ഈ വേടന്റെയും സുഹൃത്തുക്കളുടെയും വാഹനമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. വിഷ്ണു, എവിടെയാണ് ഈ വാഹനം ഉള്ളത്? അതിൽ നിന്ന് സംശയകരമായ എന്തെങ്കിലും കണ്ടെത്തിയിട്ടുണ്ടോ? കൂടുതൽ ലഹരി വസ്തുക്കൾ ഈ വാഹനത്തിൽ സൂക്ഷിക്കുന്ന പതിവ് ഇവർക്കുണ്ടോ എന്നും അറിയില്ല. അപ്പോൾ എങ്ങനെയാണ് പരിശോധന? ദിവിഷേ, ആ ഒരു ഫ്ളാറ്റിൻ്റെ പാർക്കിങ്ങിലാണ് ഇപ്പോൾ ഈ ഒരു പരിശോധന നടക്കുന്നത്. വേടനും സുഹൃത്തുക്കളും എത്തിയ ഇന്നോവ ക്രിസ്റ്റ വാഹനമാണ് പരിശോധിക്കുന്നത്. ഇപ്പോൾ അകത്തുള്ള പരിശോധനകൾ പൂർത്തിയാക്കി ആ വേടൻ്റെ രണ്ട് സുഹൃത്തുക്കളെയും താഴേക്ക് ഇറക്കി ഈ വാഹനത്തിൽ ഒരു പാർക്കിങ്ങിലായിരുന്നു ഈ വാഹനം കിടന്നത്. അപ്പോൾ ആ വാഹനം തുറന്ന് അതിൻ്റെ അകത്തും എല്ലാമായി വിശദമായിട്ട് തന്നെയുള്ളൊരു പരിശോധന നടത്തുന്നുണ്ട്. തീർച്ചയായും ഇതിൽ ഈ ലഹരി ഇവരുടെ മുറിയിൽ നിന്നും കണ്ടെടുത്ത സാഹചര്യത്തിൽ കൂടുതൽ ഉള്ള ഈ ലഹരി വസ്തുക്കൾ ഈ വാഹനത്തിൽ ഉണ്ടോ എന്നുള്ളൊരു വിവരമാണ് പോലീസ് ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനായുള്ള വാഹനത്തിൻ്റെ എല്ലാ ഡോറുകളും തുറന്നതിൻ്റെ വിശദമായിട്ടുള്ള സീറ്റുകളെല്ലാം മടക്കിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു വളരെ വിശദമായിട്ടൊരു പരിശോധനയാണ് നടത്തുന്നത്. ഇപ്പോൾ ഏകദേശം ഉച്ചയോടുകൂടിയാണ് ഈ വേടൻ്റെ ഫ്ളാറ്റിൽ നിന്നും ഈ ഒരു കഞ്ചാവ് പൊതി കണ്ടെടുത്തത്. 6 ഗ്രാമോളം വരുന്ന കഞ്ചാവ് കണ്ടെടുത്തത്. തുടർച്ചയായി ഇത്രയും മണിക്കൂറുകൾ നീണ്ടിട്ടും ഇപ്പോൾ ഒരു ചോദ്യം ചെയ്യലടക്കം ഇവിടെ ഈ ഫ്ളാറ്റിൽ തന്നെ പുരോഗമിച്ചു വരികയായിരുന്നു. ഇതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് ഇപ്പോൾ അല്പം മുമ്പ് ഈ ഇവരുടെ സംഘത്തിൽ ഉൾപ്പെട്ട 2 പേരെയും പോലീസ് ഹിൽ പാലസ് സിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് ആ മുറിയിൽ നിന്നും ഇറക്കി കൊണ്ടുവന്നു. ഇവിടെ പാർക്കിങ്ങിൽ ഈ കെട്ടിടത്തിൻ്റെ ഈ ഫ്ളാറ്റിൻ്റെ പുറകുവശത്തുള്ള പാർക്കിങ്ങിൽ കിടന്നിരുന്ന ഒരു വൈറ്റ് ഇന്നോവ വാഹനം, ആ വാഹനത്തിലായിരുന്നു ഇന്ന് പുലർച്ചയോടെ ഇന്നലെ ഇവർ ഇവിടേക്ക് എത്തിയത്. അപ്പോൾ ആ വാഹനത്തിൽ ഇനി ലഹരി വസ്തുക്കൾ ഉണ്ടോ എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പരിശോധിക്കുന്നത്. ഇതിനുശേഷം മറ്റു വൈദ്യ പരിശോധനകളടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് നീങ്ങും. ഈ പരിശോധനയും പൂർത്തിയാക്കി ഇനി ഇതിൽ നിന്നും കൂടുതൽ കഞ്ചാവോ അത്തരത്തിലുള്ള എന്തെങ്കിലും ലഹരി വസ്തുക്കളോ കണ്ടെടുത്തു കഴിഞ്ഞാൽ അതുകൂടി ഈ കേസുമായി ബന്ധിപ്പിച്ച് അതിൻ്റെ മൊത്തത്തിലുള്ളൊരു അളവും കാര്യങ്ങളും അതിനുശേഷമാണ് ഒരു നിശ്ചയം ഉണ്ടാവുക. എന്നാൽ അതിനുശേഷം മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഏതായാലും ഈ 9 പേരടങ്ങുന്ന ഒരു സംഘമാണ് ഈ വേടൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള അവരുടെ മ്യൂസിക് ബാൻഡിൽ ഉൾപ്പെട്ട ഒരു 9 പേരടങ്ങുന്ന സംഘമായിരുന്നു ഇന്നിപ്പോൾ ഈ ഒരു ഫ്ളാറ്റിൽ ഉണ്ടായിരുന്നത്. രാത്രിയോടെയാണ് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുകയാണോ? എന്താണ് വിഷ്ണു? പുറകുവശം പരിശോധിക്കുന്നതിനായി അതിൻ്റെ ഡിക്കി പൂർണ്ണമായി തുറക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റുന്നതാണെന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിൻ്റെ പരിശോധന ഇപ്പോഴും ആ പുറകുവശത്ത് നടന്നു വരികയാണ്. അതിനിടയിൽ വണ്ടി അവിടെ നിന്ന് മാറ്റി കുറച്ചുകൂടി ആ പരിശോധന കുറച്ചുകൂടി സൗകര്യപ്രദമാക്കാനുള്ള തരത്തിൽ മാറ്റിയിടുന്നതാണെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കുന്നത്. നേരത്തെ വാഹനത്തിൻ്റെ ഡ്രൈവറുടെ സീറ്റും അതുപോലെ തന്നെ വാഹനത്തിൻ്റെ ഡോർ ഡാഷും അടക്കമുള്ള എല്ലാ ഭാഗങ്ങളിലും പോലീസ് പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ പുറകിലുള്ള ആ ഡിക്കി തുറന്നുള്ള ഒരു പരിശോധന അത് സൗകര്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ വണ്ടി പോലീസ് നീക്കുന്നത്. ശരി വിഷ്ണു, എന്തായാലും പരിശോധന നടക്കുന്നു. വിവരങ്ങൾ നമുക്ക് നോക്കാം.